ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. അപ്പോൾ ഇന്ന് മൈസൂർ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മൈസൂർ യാത്രയിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ മൈസൂരിലെ തന്നെ ഒരു അത്ഭുതം കൂടിയാണ് മൈസൂർ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. തന്നെ ഒരുപാട് കൊട്ടാരങ്ങൾ ഈ മൈസൂർ നഗരത്തിലുണ്ട്. അതിലേറ്റവും പ്രശസ്തമായതാണ് ഈ കാണുന്ന വോഡയാർ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന അംബാവിലാസ് പാലസ് എന്നുകൂടി അറിയപ്പെടുന്ന മൈസൂർ പാലസ്. സൂ വിസിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പാലസിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ സൂവിന് കുറച്ച് ദൂരമുള്ള പാലസിലേക്ക് വരാൻ. അപ്പോൾ പാലസിലേക്ക് കയറണമെങ്കിൽ ആദ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ട് വേണം സൂവിലേക്ക് വരാൻ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നടന്നിട്ട് വരാം, അല്ലെങ്കിൽ കുതിര വണ്ടികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് വരാം. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇതാ എത്തി. അപ്പോൾ ഇതതിൻ്റെ പുറത്തുള്ള കവാടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ്. അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അപ്പോൾ അകത്ത് ഇതാ പാലസും അപ്പോൾ അതിൻ്റെ പുറത്ത് വിശാലമായ ഉദ്യാനം ഒക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ അവിടെ നിന്ന് തന്നെ ഫോട്ടോസ് എടുത്തിട്ട് അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്ത് തരാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും അതൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ ഫോണിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി എന്തായാലും പാലസിൻ്റെ ഉൾഭാഗം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ജസ്റ്റ് പാലസിൻ്റെ പുറത്തൊക്കെ വരാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പാലസിൻ്റെ ഉൾഭാഗം കാണണമെങ്കിലാണ് നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. ഇത് കണ്ടില്ല, അപ്പോൾ ഉള്ളിലേക്ക് കയറുവാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ഒരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നോട്ട് തന്നെ ക്യൂ നമുക്ക് കയറാൻ പറ്റി. അപ്പോൾ അവിടെ നമ്മുടെ ടിക്കറ്റ് പരിശോധിക്കും. ടിക്കറ്റ് പരിശോധിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ പാലസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ നമ്മുടെ ചെരുപ്പുകളൊക്കെ പുറത്ത് ഊരി വെക്കണം. അപ്പോൾ അതിനായിട്ടൊരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ചെരുപ്പുകളൊക്കെ ഊരി അവിടെ നിന്ന് തന്നെ കവർ തരും, അതിലാക്കി കൊടുക്കണം. എന്നാലാണ് നമുക്ക് പാലസിൽ കയറാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ പുറത്ത് നമുക്ക് കുടിവെള്ളമൊക്കെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ നിറച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ആ പാലസിൻ്റെ അകത്ത് കയറി. അതിസുന്ദരമായൊരു പാലസാണ്. എന്താ പറയുക, നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈൻ എന്ന് പറയില്ല, അതുപോലെ നല്ല സുന്ദരമായൊരു പാലസാണ്. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന ഒരു വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഹിന്ദു, രജപുത്ര, ഇസ്ലാം, ഗോതിക് വാസ്തുവിദ്യ ശൈലികളുടെ ഒരു സങ്കരരൂപമാണ് ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കൊട്ടാരത്തിൻ്റെ രൂപകൽപ്പന. മാർബിളിൽ തീർത്ത വിശാലമായ കൊട്ടാരം 3 നിലകളായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അകത്ത് കയറിയാൽ പ്രധാനമായിട്ടുള്ള സെൻട്രൽ ഹാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന ഇടനാഴികളിലൊക്കെ ഈ വോഡയാർ രാജവംശത്തിൻ്റെ പല തലമുറയിലെ ആളുകളുടെ ചിത്രങ്ങളും അവരെ പറ്റിയുള്ള വിവരണങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചിത്രങ്ങൾ അധികം വരച്ചിട്ടുള്ള രാജാ രവിവർമ്മയാണ്. അപ്പോൾ ഓരോ ചിത്രത്തിൻ്റെ താഴെ അത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു നടുമുറ്റാണ് കേട്ടോ. അത് നല്ല രസമാണ് അത് കാണാൻ. കണ്ടില്ലേ, ടൈലുകൾ അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അതകത്ത് രാജകുടുംബം ഉപയോഗിച്ചിരുന്ന സിൽവർ ചെയറുകളും സിൽവർ കണ്ണാടിയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്ന് തന്നെ പറയാവുന്ന ഒരു കൊട്ടാരമാണിത്. 1399 മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ളൊരു നീണ്ട കാലയളവ് മൈസൂർ ഭരിച്ചിരുന്നത് ഈ വോഡയാർ രാജവംശമായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു കുറച്ച് കാലം ടിപ്പു സുൽത്താൻ, ഹൈദരാലിയൊക്കെ ഭരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും വോഡയാർ രാജവംശം തന്നെ വീണ്ടും ഭരണത്തിൽ വരികയുണ്ടായി. അപ്പോൾ അവരുടെ ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ് ഈ മൈസൂർ കൊട്ടാരം. 14-ാം നൂറ്റാണ്ടിലാണ് വോഡയാർ രാജവംശം ആദ്യമായിട്ടൊരു കൊട്ടാരം നിർമ്മിക്കുന്നത്. അതിനുശേഷം അത് പലതവണ യുദ്ധങ്ങളിൽ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് 1897 ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങിയത്. 1912 ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായത്. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഈ കൊട്ടാരത്തിൻ്റെ ശില്പി. എന്തായാലും ഇന്ന് കാലത്തിന് അതിജീവിച്ച് മൈസൂരിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രതീകമായിട്ട് കൊട്ടാരം ഇങ്ങനെ നിലകൊള്ളുകയാണ്. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികളാണ് ഈ മൈസൂർ കൊട്ടാരം കാണുന്നതെന്നാണ് കണക്ക്. ഇന്ന് മൈസൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ കൊട്ടാരം. ഇതുകൊണ്ടില്ല, അതിൻ്റെ മച്ചിലുള്ള കരകൗശല പണികളൊക്കെയാണ് കേട്ടോ. എവിടെ നോക്കിയാലും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ആദ്യം കുറച്ചു കാലം മുമ്പ് വരെയൊന്നും മൈസൂർ കൊട്ടാരത്തിൻ്റെ അകത്ത് ഇങ്ങനെ വീഡിയോ ചിത്രീകരണം, ഫോട്ടോ ഒന്നും അങ്ങനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഫോണൊക്കെ അകത്ത് കൊണ്ടുപോകാനും വീഡിയോ എടുക്കാനൊന്നും പ്രശ്നമൊന്നും പറയുന്നില്ല. ഇത് കണ്ടില്ല, വോഡയാർ രാജവംശത്തിൻ്റെ പ്രതിമകളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ല, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കയറി ചെല്ലുന്നൊരു ഹാളാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ അതിശയിച്ചു. അത്രയ്ക്ക് ഭംഗിയാണ്. ഇങ്ങനെ നീണ്ട കുറേ തൂണുകളും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ കമാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ സ്വർഗ്ഗലോകത്തെത്തിയൊരു പ്രതീതിയാണ്. അപ്പോൾ അതിന് പുറത്തുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നാണ് മൈസൂർ രാജാക്കന്മാർ പൊതുജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തിരുന്നത്.
അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ല? അവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്തൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെയാണ് പൊതുജനങ്ങൾക്ക് വന്ന് നിന്ന് അവർക്ക് രാജാക്കന്മാർ ദർശനം നൽകിയിരുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിന് ചുറ്റുമുള്ള ഉദ്യാനത്തിൻ്റെയൊക്കെ വിശാലമായ ദൃശ്യം കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയ കണ്ണാടിയുണ്ട്. അപ്പോൾ അതിൽ ഈ കാണുന്ന തൂണുകളുടെയൊക്കെ ആ ഒരു ഇമേജ് ആ കണ്ണാടിക്കകത്ത് പ്രതിഫലിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ പാലസിൻ്റെ അകത്ത്, ഒരുപാട് ആളുകളുണ്ട് കാണാനായിട്ട്. അവിടെ നിന്ന് ഇനി വേറൊരു ഇടനാഴി കൂടെ മറ്റൊരു മുറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് മൈസൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല വിഗ്രഹങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദസറ ആഘോഷത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മളിനി മറ്റൊരു മുറിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ വാതിലുള്ള ചിത്രപ്പണികളാണ്, ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്ന ഒരു മുറി എന്ന് പറയുന്നത്, അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വർണ്ണിക്കാൻ പറ്റില്ല, അത്ര ഒരു ഭംഗിയാണ്. സ്വർണം കൊണ്ട് കിട്ടിയ പോലത്തെ തൂണുകളും അതിൻ്റെ മേൽക്കൂരയും ഒക്കെ ആയിട്ട് ആ മുറി ഒരു മൊത്തത്തിൽ ഒരു ദൃശ്യാനുഭൂതി തന്നെയാണ് നമുക്ക് തരുന്നത്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ആ സ്വർണ്ണ കളറിലൊക്കെയുള്ള ആ തൂണുകളൊക്കെ ഇങ്ങനെ നല്ല വെളിച്ചത്തിലൊക്കെ അതിങ്ങനെ പ്രതിഫലിച്ച് പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അതിനകത്ത്. എല്ലാം ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അത്ര സുന്ദരമായിട്ട് തോന്നി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ ഇടയിലൊക്കെ മറ്റാളുകളൊക്കെ പെട്ടിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും എന്താ പറയുക, മൈസൂർ പോകുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് മൈസൂർ പാലസ്. ഇത്ര സുന്ദരമായ നിർമ്മിതി, നമ്മളെ എന്താ പറയുക, നമ്മൾ താജ്മഹലൊക്കെ കാണാൻ ഉത്തരേന്ത്യക്ക് പോകുമല്ലോ, അതുപോലെ തന്നെ സുന്ദരമായ നിർമ്മിതി തന്നെയാണ് മൈസൂർ പാലസും. പുറത്തിറങ്ങി നമ്മൾ ചെരുപ്പൊക്കെ എടുത്തു. ഇനി ഇതാ കൊട്ടാരത്തിൻ്റെ ബദൽ ഉദ്യാനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ഈ കൊട്ടാര സമുച്ചയത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ദസറ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷമായിരിക്കും. കൊട്ടാരം മുഴുവൻ ദീപാലങ്കൃതമായിട്ടൊക്കെ പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. 12ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് ഈ കൊട്ടാര സമുച്ചയത്തിൻ്റെ ഉള്ളിൽ. ദസറ സമയത്തൊക്കെ അവിടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് സോമേശ്വര ക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം, ശ്വേതവരാഹസ്വാമി ക്ഷേത്രം മുതലായവയൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ക്ഷേത്രങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തിറങ്ങി. അപ്പോൾ പുറത്ത് ഇതുപോലെ കുറേ കച്ചവടക്കാരുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അത് കാണുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടും. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് തന്നെ അവരെല്ലാത്തിനും പൈസയൊക്കെ ആദ്യം കുറച്ച് കൂട്ടി പറയും. പിന്നെ നമ്മൾ കുറച്ച് പേശൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പൈസ കുറച്ച് കിട്ടും സാധനങ്ങളൊക്കെ. അപ്പോൾ ഇനി കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ കുതിരവണ്ടിയാണ്. അപ്പോൾ കുതിരവണ്ടിയിൽ കയറിയാൽ നമ്മളെ ആ റോഡ് വഴി കൊട്ടാരത്തിന് ചുറ്റും നമ്മളെ കൊണ്ടുപോകും. അപ്പം കൊട്ടാരത്തിൻ്റെ 4 വശത്തുള്ള കവാടങ്ങളും ഉദ്യാനത്തിൻ്റെ പുറത്തുനിന്നുള്ള ഭംഗിയൊക്കെ ആസ്വദിക്കാം. പിന്നെ മൈസൂർ നഗരത്തേക്കുള്ള കുതിരവണ്ടി സവാരിയും അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കുതിരവണ്ടി സവാരിക്ക് ഇത് കുറച്ച് വലിയ കുതിരവണ്ടിയായിരുന്നു. അപ്പോൾ ഒരാൾക്ക് 1200 രൂപയൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ 1000 രൂപയ്ക്കൊക്കെ സമ്മതിച്ചു. അപ്പോൾ നമ്മളെന്തായാലും കുതിരവണ്ടിയിൽ പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കുതിരവണ്ടി യാത്ര. പോകുന്ന വഴിക്ക് ഈ കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല പ്രതിമകളും പല കവാടങ്ങളും ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. പക്ഷേ അധികം വീഡിയോ എടുത്തില്ല, കാരണം കുതിരവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഫോണിൽ കൂടെ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ ചാടിപ്പോവോ എന്നൊക്കെയുള്ളൊരു പേടിയുള്ളതുകൊണ്ട് അധികം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കുട്ടികളൊക്കെ മടിയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, കൊട്ടാരത്തിൻ്റെ പുറകുവശത്തുള്ള ഒരു കവാടമാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 വശത്തെ കവാടവും കണ്ട് കയറിയ സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തും. അപ്പോൾ ഇതൊക്കെയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ പകലുള്ള ഏകദേശ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇനി രാത്രിയിൽ മൈസൂർ കൊട്ടാരത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഈ പകൽ കണ്ട കൊട്ടാരം തന്നെയാണോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോവും. രാത്രിയിലത്തെ കാഴ്ച എന്ന് പറയുന്നത് പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രിയിൽ ജസ്റ്റ് പുറത്തൂടെ ഒന്ന് കാണാൻ വേണ്ടി പോയേക്കുവാണ്. രാത്രി അകത്തേക്ക് പ്രവേശനമില്ല കേട്ടോ, നമുക്ക് പുറത്തുനിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മൈസൂർ പോകുന്നവർ ഈ കൊട്ടാരത്തിൻ്റെ രാത്രി കാഴ്ചയും കാണാൻ മറക്കണ്ട, കാരണം നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. പിന്നെ നമ്മൾ പകൽ കണ്ട കുതിരവണ്ടിക്കാരൊക്കെ രാത്രി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ കുതിരവണ്ടിയിൽ കയറ്റിയിട്ട് കൊട്ടാരത്തിന് ചുറ്റും കൊണ്ടുപോവുകയൊക്കെ ചെയ്യും.
കുതിരവണ്ടിയൊക്കെ ആണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മൾ രാത്രി കുതിരവണ്ടിയിൽ കയറാൻ പോയിട്ടില്ല. അപ്പോൾ മൈസൂർ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയും അടുത്ത ദിവസം വരാം. ബൈ.